Guys, welcome back to the next vlog of Way with NMK. I am super excited and happy. I've been getting very good, nalla happy messages from my friends saying that പഴയ നീതുവിനെ കാണാനും കിട്ടുന്നത് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ എന്താ പറയുക, താങ്ക് യു സോ മച്ച്. പിന്നെ 2-3 പേര് ചോദിച്ചു എന്താ ഡെയിലി വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് ഡെയിലി ഇടാത്ത എന്താ, ഇന്ന് വ്ളോഗ് കണ്ടില്ലല്ലോ എന്നുള്ള രീതിയിൽ ഇന്നലൊക്കെ ഒരു ഫ്രണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അല്ലാതെ അങ്ങനെ 2-3 പേര് ചോദിച്ചു. സോ ഡെയിലി വ്ളോഗ് എന്നുള്ളൊരു കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഡെയിലി വ്ളോഗ് എന്താ പറയുക, ഒരു വ്ളോഗ് വൈസ് എല്ലാ ദിവസവും ഇടുന്നതാണ് ഡെയിലി വ്ളോഗ്. ഞാൻ ട്രൈ ചെയ്യാം ഡെയിലി വ്ളോഗ് എടുക്കാനായിട്ട്, പക്ഷേ ഐ പ്രിഫർ ഡേ ഇൻ മൈ ലൈഫ് പോലെ, വിച്ച് മീൻസ് ലൈക്ക് ഒരാഴ്ചയിൽ ഒരു 2 ദിവസമൊക്കെ എനിക്ക് വേണ്ടി തന്നെ ഞാൻ മാറ്റി വെക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ എനിക്ക് എന്താ പീരിയഡ്സ് തുടങ്ങി ഈ മാസം ഫുള്ള് ചളമായിരുന്നു. ഇന്ന ദിവസം അന്ന് ലൈക്ക് ഇങ്ങനെ ഫുള്ള് ഗ്യാപ്പൊക്കെ വന്നിട്ട് ഫുൾ കുഴപ്പമായിട്ട് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരുന്നു, ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു. അപ്പോൾ ഭയങ്കര ക്രാങ്കി ആയിരുന്നു. വെറുതെ വഴക്കുണ്ടാക്കുക, വെറുതെ ബഹളം വയ്ക്കുക, വെറുതെ കരയുക, ഒരു പട്ടി നടന്നു പോകുന്ന വീഡിയോ കാണുമ്പോൾ കരയുക. അപ്പോൾ അങ്ങനത്തെ ഒരു ഹൈറ്റൻഡ് എന്താ പറയുക ഇമോഷണൽ സ്റ്റേറ്റിലായിരുന്നു ഞാൻ ഇരുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സമയത്ത് എനിക്ക് നിങ്ങൾക്ക് വരുമ്പോഴത്തേക്കും എനിക്ക് ജെനുവിനായിട്ടിരിക്കണം, പിന്നെ നല്ല ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യണം. അല്ലാതെ എനിക്ക് എല്ലാ ദിവസവും ഒരു ചിരിച്ച മുഖം, ലൈക്ക് ഒബ്വിയസ്ലി നമുക്ക് എന്താ പറയുക ഡെയിലി ഒരേപോലെ ഇരിക്കത്തില്ല. പക്ഷെ എനിക്ക് ഇപ്പം എന്തെങ്കിലും ഒരു വീക്ക് ഡേ ആയിട്ട് തോന്നുമ്പോൾ എനിക്ക് നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ ചിരിച്ചിട്ട് ഓരോന്നും കാണിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. പിന്നെ മെയിനായിട്ട് എനിക്കൊരു പേഴ്സണൽ ബൗണ്ടറി വെക്കുന്നത് താല്പര്യമുള്ള ആളാണ്. പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ബൗണ്ടറി വെക്കാൻ താല്പര്യമുള്ള ആളാണ്. അപ്പോൾ എല്ലാ ദിവസവും എൻ്റെ ഞാൻ ആസ് എ പേഴ്സൺ വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ്, വളർന്നു വരുന്ന ടൈമിൽ ഒരുപാട് സംസാരിക്കാൻ, ലൈക്ക് ഒരു 10th ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഭയങ്കര സംസാരത്തിൽ കുറച്ചും കൂടെ എന്താ പറയുക ആക്റ്റീവായി. ഒരു 9th and 10th സ്റ്റാൻഡേർഡൊക്കെ ആയപ്പോഴത്തേക്കും സ്കൂളൊക്കെ മാറിയപ്പോൾ അതിന് മുന്നത്തെ സ്കൂളിൽ അങ്ങനെ ഒന്നും അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര അങ്ങനെ ഒരു വേവ് ഓഫ് ബീയിങ് ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ലൈഫ്. ആൻഡ് എന്താ പറയുക, അപ്പോൾ ആ ഒരു എക്സ്ട്രോവേർട്ട് ടൈമിൽ ഞാൻ അൺലോക്ക് ചെയ്തപ്പോഴത്തേക്കും, ആ യൂണിവേഴ്സിൽ ഞാൻ കയറിയപ്പോഴത്തേക്കും ഐ യൂസ് ടു സ്പീക്ക് എ ലോട്ട്. അപ്പം ഞാൻ കുറേ കാര്യങ്ങൾ അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓവർ ഷെയർ ചെയ്യായിരുന്നു. എൻ്റെ ലൈഫിൽ എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ടച്ച് വുഡ് ഇപ്പോഴും ഉണ്ട്. പക്ഷെ എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, എക്സ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. എന്താ പറയുക, ഇപ്പം നമ്മൾ സംസാരിക്കുക പോലും ഇല്ല. ബിക്കോസ് നമ്മൾ ഒരു അളവ് വിട്ട് ഒരാൾക്കും ഒന്നും പറയണമെന്നില്ല. അതിപ്പോൾ ആരോ ആവട്ടെ, ലൈക്ക് ഈവൻ ഇഫ് ഇറ്റ്സ് യുവർ പാർട്ട്ണർ, യുവർ ഫ്രണ്ട്സ്. പാർട്ട്ണർ ഒബ്വിയസ്ലി യു കീപ്പ് ഇറ്റ് അസൈഡ്, പക്ഷെ ഫ്രണ്ട്സ്, ഫാമിലി എനിക്ക് താല്പര്യമില്ലാത്ത ഒരു സംഭവമാണ്. ഓവർ ഷെയർ ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. ഡെയിലി എന്ത് ചെയ്തു, ഡെയിലി ഞാനൊരു എനിക്ക് ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എഫേർട്ട് എടുത്ത് നിങ്ങളെ വിശ്വസിപ്പിക്കണോ, ലൈക്ക് ഐ ആം ദെയർ ഫോർ യു എന്നുള്ള കാര്യം ഞാൻ ഡെയിലി എഫേർട്ട് എടുത്ത് ആ ഒരു കമ്മിറ്റ്മെൻറ്റ് പ്രൂവ് ചെയ്യാൻ നോക്കുമ്പോഴാണ് അവിടെ ഒരുപാട് സ്ട്രെസ്സ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അവിടെ ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എൻ്റെ കമ്മിറ്റ്മെൻറ്റ്, നിങ്ങളോടുള്ള എൻ്റെ കമ്മിറ്റ്മെൻറ്റ്, ഇഫ് യു ആർ മൈ ഫ്രണ്ട് ഓർ മൈ പാർട്ട്ണർ ഓർ മൈ ഫാമിലി, എൻ്റെ അച്ഛൻ അമ്മ ആരായാലും, എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം അല്ലെങ്കിൽ എനിക്ക് നിങ്ങളോടുള്ള കമ്മിറ്റ്മെൻറ്റ് ഞാൻ എല്ലാ ദിവസവും പ്രൂവ് ചെയ്യണം. എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം നിങ്ങൾക്കല്ലാതെ മനസ്സിലാവാറില്ല. ബിക്കോസ് ഞാൻ ആസ് എ പേഴ്സൺ ഞാൻ സ്നേഹിക്കുമ്പോൾ അങ്ങനെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. പക്ഷേ എനിക്കത് ഡെയിലി നിങ്ങളോടത് പ്രൂവ് ചെയ്യേണ്ടി വരും, ബൈ ദ വേ ഓഫ് സ്പീക്കിംഗ്, ബൈ ദ വേ ഓഫ് ഷെയറിങ് എന്ന് പറയുമ്പോൾ എനിക്കത് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവില്ല. ഇപ്പം എന്നോടും ആൾക്കാർ അങ്ങനെ ചെയ്ത് ലൈക്ക് ഡെയിലി വന്ന് ഇപ്പം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള അനുശ്രീ ആവട്ടെ, എൻ്റെ ഫ്രണ്ട് ഫർസാന ആവട്ടെ, ഗായത്രി ആവട്ടെ, ലൈക്ക് ദീസ് ആർ മൈ പീപ്പിൾ. എന്നെ മനസ്സിലാക്കുന്ന ആൾക്കാരാണ്. ബിക്കോസ് ഞാനും അവരെ ഞങ്ങൾ ഡെയിലി സംസാരിക്കുമോ അല്ലെങ്കിൽ മറ്റ് സംഭവങ്ങളൊന്നുമില്ല. പക്ഷെ ഞങ്ങൾക്കത് പ്രൂവ് ചെയ്യണമെന്നില്ല. ഇപ്പം ഈ റൂമിലുണ്ടെങ്കിലും ആളിവിടെ, എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ അടുത്തുണ്ടെങ്കിൽ അവർ സൈലൻ്റ് ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, വി ക്യാൻ ഷെയർ ദറ്റ് സൈലൻസ് വിത്ത് ഈച്ച് അതർ. ആൻഡ് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു സൈലൻസ് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയുക ഫ്രീഡം ഓഫ് ഷെയറിങ് സൈലൻസ് ഇസ് ജസ്റ്റ് ബ്യൂട്ടിഫുൾ.
ആൻഡ് എനിക്ക് ഇത് പെർസ്പെക്റ്റീവ് മാറാം കേട്ടോ, പക്ഷെ ഞാൻ അങ്ങനത്തെ ആളാണ്. പിന്നെ അങ്ങനെ ഒരു ഫാമിലി എന്താ പറയുക, ഞങ്ങൾക്ക് അങ്ങനെ ഒരുപാട് കസിൻസോ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. സെക്കൻഡ് കസിൻസ് ഉണ്ടെന്നല്ലാതെ ഫസ്റ്റ് കസിൻസ് ആകെ ഒരാളേ ഉള്ളൂ. അല്ലാതെ നമുക്ക് അങ്ങനെ വേറെ കസിൻസ് ഇപ്പം വളർന്നു വന്നതും ഞാനും ചേച്ചിയും അങ്ങനൊരു രീതിയിൽ ഞാനും അവളും കൂടെ ആണ് എപ്പോഴും ഒരുമിച്ച്. പിന്നെ അപ്പം എനിക്ക് അത്രേ ഉള്ളൂ എൻ്റെ ഒരു മൈൻഡ് സെറ്റിൽ. ആ ഒരു എന്താ പറയുക സർക്കിളാണ് എൻ്റെ തലയിൽ ഇപ്പോഴും. അങ്ങനത്തെ ഒരു സേഫ് സ്പേസ് ആണ് എൻ്റെ തലയിൽ ഇപ്പോഴും. അപ്പം അതിന് കൂടുതൽ എനിക്ക് ആരോടും എനിക്കൊന്നും ഷെയർ ചെയ്യണം, അത് നിങ്ങളോടുള്ള വെറുപ്പുണ്ടോ അല്ലെങ്കിൽ താല്പര്യമില്ലായ്മ കൊണ്ടോ എന്നല്ല, ഞാൻ ജെനുവനായിട്ട് ഇങ്ങനെയാണ്. ബിക്കോസ് എനിക്ക് വേണ്ട കാര്യങ്ങൾ സംസാരിക്കാനും വേണ്ട കാര്യങ്ങൾ ഷെയർ ചെയ്യാനും മാത്രമേ എനിക്കിപ്പോൾ തോന്നുള്ളൂ. അത് കുറേ ഇൻസിഡൻസ് ലൈഫിൽ നടന്ന് കുറേ വീഴ്ചകൾ കുറേ വേദനകളൊക്കെ കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം ഐ തിങ്ക് ഒരു കോവിഡ് കഴിഞ്ഞപ്പോൾ തൊട്ടാണ് ഞാനിങ്ങനെ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് ഞാനിങ്ങനെ ആവാൻ തുടങ്ങിയത്. ഒരു ബൗണ്ടറി വയ്ക്കുക, ഒരു സേഫ് ബൗണ്ടറി വിത്ത് എനിവൺ ആൻഡ് എവ്രിവൺ. ഫാമിലി ആവട്ടെ, പാർട്ട്ണർ ആവട്ടെ, ഫ്രണ്ട്സ് ആവട്ടെ, എല്ലായിടത്തും ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം ഓഫ് സെൽഫ്. ഇതാണ് ഞാൻ, ഇതാണ് അവൻ, അല്ലെങ്കിൽ ഇതാണ് അവർ. അപ്പോൾ അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മൈ സെൽഫ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഡെയിലി വ്ളോഗ് ഇടാത്തത്. കാരണം എനിക്ക് ഡെയിലി ഇൻസ്റ്റൻസസ് എല്ലാവരെയും കാണിക്കണം എന്നില്ല. അത് പിന്നീട് എന്താ പറയുക, എൻ്റെ ഒരു പ്രൈവസി പോകും എന്നുള്ളൊരു പേടിയൊന്നുമില്ല. പ്രൈവസി പോകുന്ന ഒരു പേടിയൊന്നുമില്ല. അത്യാവശ്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഓൺലൈൻ ഇപ്പോൾ ഷെയർ ചെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷെ പേടിയുടെ അല്ല, ഇറ്റ് ഈസ് എ ചോയ്സ്. എൻ്റെ ചോയ്സ് അതാണ്. ലൈക്ക് ഐ വോണ്ട് ടു പ്രാക്ടീസ് ദാറ്റ്. അപ്പോൾ ആ രീതിയിൽ അതുകൊണ്ടാട്ടോ ഞാൻ ഡെയിലി വ്ളോഗ് ഇടാത്തത്. അല്ലാതെ എനിക്ക് മടിയായിട്ടോ താല്പര്യമില്ലാത്തത് കൊണ്ടോ ഒന്നല്ല. ഇന്നലെ ടയേർഡായിരുന്നു, നല്ല പീരിയഡ്സിൻ്റെ ഒക്കെ ആയതുകൊണ്ട് ഞാൻ വാസ് വെരി ടയേർഡ്. അപ്പോൾ എനിക്ക് ചുമ്മാ വന്ന് ചിരിച്ചിട്ട് ഫോർ ദ സേക്ക് ഓഫ് വ്ളോഗിങ് എന്നുള്ള രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. വെൻ ഐ എം ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ അത് ഫുൾ ജെനുവൻ ഇമോഷൻസും ഫുൾ ജെനുവൻ ആയിട്ടായിരിക്കും ഞാൻ വരുന്നത്. സോ വിചാരിച്ചതിൽ കൂടുതൽ ഇരുന്ന് ഗപ്ഷപ്പ് അടിച്ചു ആദ്യത്തെ ഇൻട്രോയിൽ തന്നെ. സോ നമുക്കിനി പോയി വീഡിയോ എടുക്കാം. പക്ഷെ അതിന് മുന്നേ എനിക്ക് വിശക്കുന്നു. എനിക്ക് രാവിലെ ഞാനൊന്നും കഴിച്ചില്ല സത്യം പറഞ്ഞാൽ. സോ ഇന്നിപ്പോൾ ഇവിടെ കുറച്ച് ഗ്രേപ്സ് ഉണ്ട്. സോ നമുക്ക് 2-3 ഗ്രേപ്സ് ഇപ്പോൾ കഴിക്കാം. മുടിയൊക്കെ ചൂട് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ചുരുണ്ട മുടിയുള്ളവർക്ക് മനസ്സിലാകും, മുടിയൊക്കെ തോന്നിയത് പോലെയാണ് ഇരിക്കാൻ പോകുന്നത്. അപ്പം ഈ ടോപ്പ് ഞാൻ കുറച്ച് വർഷം മുന്നേ ദുബായിലായിരുന്നപ്പം വാങ്ങിച്ചതാണ്. ഇപ്പം അത് വീട്ടിൽ തന്നെ ഇടുന്ന. പുറത്തിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ട് മടുത്തു. എപ്പോഴും ഇടും. ഞാൻ കുറേ ഉടുപ്പൊന്നും വാങ്ങാറില്ല, എന്താണെന്ന് എനിക്കറിയത്തില്ല. കുറച്ച് ഉടുപ്പേ വാങ്ങും എപ്പോഴും. അപ്പം ഉള്ള ഉടുപ്പ് തന്നെ റീയൂസ് ചെയ്യും. അത് ചീത്താവുന്നവരെ യൂസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ചിലപ്പോഴൊക്കെ അങ്ങ് മാറ്റി വയ്ക്കും. കാരണം ഐ റെഡ് സംവെയർ നമ്മൾ പഴയ കാര്യങ്ങൾ കളഞ്ഞാലേ പുതിയ സാധനങ്ങൾ വരുത്തുള്ളൂ. സോ അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരുത്താൻ ശ്രമിക്കുന്നത് കൊണ്ട് അത് ചെയ്യാറുണ്ട്. പക്ഷെ അല്ലാതെ കുറേ ഉടുപ്പ് വാങ്ങാറില്ല. പക്ഷെ അത് ഇനി പയ്യെ പ്രാക്ടീസ് ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു. കാരണം കുറേ ബ്രാൻഡ് ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഭയങ്കര സ്ട്രെസ്സാണ് ചില ദിവസം. ഇന്നിനിപ്പം ഞാൻ ഏത് ഉടുപ്പിട്ട് വീഡിയോ എടുക്കും, ആ ഒരു സ്ട്രെസ് ഉണ്ട്. കാരണം എപ്പോഴും ഇടുന്ന ഉടുപ്പിട്ടാ ബോറാവില്ലേ? ബോറാവോ? കമൻറ്റ് ബിലോ. നല്ല മുന്തിരിങ്ങ, മുരിങ്ങ അത്യാവശ്യം പുളിയുള്ള മുന്തിരിങ്ങ. ഓക്കെ,
ഇതാണ്. ദോശമാവ് ഉണ്ടായിരുന്നു, പക്ഷെ ദോശ അവന് ചുട്ട് രാവിലെ കുറച്ചുള്ളായിരുന്നു, അത് കൊടുത്ത്. കടലക്കറിയൊക്കെ ഉണ്ടായിരുന്നു, അതും തീരാറായി. നമുക്ക് ഉച്ചക്കത്തേക്കുള്ള കറി നമുക്ക് ഇന്നലെ ഞാൻ നല്ല ഓണപ്പരിപ്പില്ലേ, നമ്മൾ ഓണത്തിനുണ്ടാക്കുന്ന പരിപ്പ് കറി അതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സോ അതാണ് ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാൻ പോകുന്നത്. നമ്മൾ ഈ കറിയും കാര്യങ്ങളൊക്കെ അവൻ രാത്രി വീട്ടിൽ വരുന്നത് കൊണ്ട് രാത്രി എവിടെ ചോറ് ആള് കഴിക്കുന്നത്. അപ്പോൾ രാത്രിത്തേക്കുള്ള നല്ല എന്തെങ്കിലും കറി ഉച്ചയ്ക്ക് ഞാൻ എന്തെങ്കിലും തട്ടിക്കൂട്ട് ചോറൊക്കെ ആയിട്ട് എന്തെങ്കിലും കഴിക്കത്തേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ തലേന്ന് ഉണ്ടാക്കി വെച്ചിരുന്നത് ഉച്ചയ്ക്ക് ഞാൻ കഴിക്കും. അപ്പം ഇന്ന് രാത്രി ഞാൻ അവന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അവന് കഴിച്ചു തീർക്കണം. അല്ല, കഴിച്ചൊന്നും തീർക്കൂല, ഇന്നിപ്പോൾ അത് കഴിക്കും ഉച്ചയ്ക്ക്. അതും ചോറും പരിപ്പ് കറിയും ചോറും കിഴങ്ങും കോവയ്ക്ക ഇട്ടിട്ടൊരു മെഴുക്ക് വരട്ടി പോലെ ആക്കി. സോ അതായിരിക്കും എൻ്റെ ഉച്ചയ്ക്കത്തെ ഭക്ഷണം. ആക്ച്വലി ക്യാമറ എടുത്തിട്ട് ഇതാണ്ട് ഇതിൻ്റെ മുകളിൽ വെച്ച്. ഈ ഒരു ട്രൈപോഡിന് നല്ല ഹൈറ്റും കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാനിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ എനിക്ക് ഈ കട്ടിലൊക്കെ ഇപ്പോൾ നീക്കി വെച്ചിട്ട് ചെയ്യേണ്ട കരുതി പെട്ടെന്ന് ഇങ്ങനെ ചെയ്തപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഞാൻ ഷൂട്ടിന് ഇതാണ്ട് ഇപ്പോൾ ടീഷർട്ടൊക്കെ ഒന്ന് മാറ്റി. അപ്പോഴത്തേക്കും എനിക്കൊരു കോള് വന്നു, വേറെ പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്. സോ ഐ ജസ്റ്റ് ഗോ ഡൗൺ. ഞാൻ മെസ്സേജ് നോക്കിയത് അതാ തല ഇങ്ങനെ ആക്കി. താങ്ക് യു. സോ നമ്മുടെ നെക്സ്റ്റ് പാക്കേജ് ഇസ് ഹിയർ. ഞാൻ ടീഷർട്ട് പിന്നെയും മാറ്റി ഓടി താഴോട്ട് പോയി ടു ഗെറ്റ് ദാറ്റ് പാക്കേജ്. എനിക്ക് ഇന്ന് അങ്ങോട്ട് ഒന്നും ശരിയാവുന്നില്ല. ആദ്യം ഇട്ട ഷർട്ട് ഇട്ടിട്ട് ഇൻട്രോ എടുത്തപ്പോൾ എനിക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. ഓക്കെ, സോ ഇപ്പോൾ വന്ന പാക്കേജസ് ഫ്രം ആറ്റം ഫുഡ്സ്. വെരി എക്സൈറ്റഡ് അബൌട്ട് ദിസ് പ്രോജക്റ്റ്. ഞാൻ ഒന്നും പ്രത്യേകിച്ച് അതിനിപ്പോൾ റിവീൽ ചെയ്യുന്നില്ല, ബിക്കോസ് ഇവരുടെ വീഡിയോ പുറത്ത് വന്നിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണുക, അതിനെക്കുറിച്ച് വായിക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ ഒരു വൺ ഓഫ് ദ വ്ളോഗിൽ ഞാൻ അവരെക്കുറിച്ച് സംസാരിക്കാം. വെരി വെരി എക്സൈറ്റഡ് ഫോർ ദിസ് ബ്രാൻഡ് ആൻഡ് ദിസ് പ്രോജക്റ്റ്. ലൈക്ക് എനിക്കിങ്ങനെ നാട്ടിൽ നമ്മുടെ ഹോം ഗ്രോൺ ബ്രാൻഡ്സിനെ ഒക്കെ പരിചയപ്പെടുമ്പോഴും അവരായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റുമ്പോഴും ഒക്കെ ഭയങ്കര ഹാപ്പിയാണ്. ബിക്കോസ് ഐ ഫീൽ ലൈക്ക് ഭയങ്കര ജെനുവിൻ ആണ് ഹോം ഗ്രോൺ ബ്രാൻഡ്സ്. ബിക്കോസ് ലൈക്ക് higher percentage ആൾക്കാരും ജെനുവിൻ ആണ്. ഓഫ് കോഴ്സ് ദർ വിൽ ബി സം പാർട്ട് ഓഫ് ദിസ് ഇൻഡസ്ട്രി വിച്ച് ഇസ് നോട്ട് ജെനുവിൻ. പക്ഷേ ഈ ജെനുവിൻ ബ്രാൻഡ്സുമായിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരുടെ സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കും അവർ പ്രോസസ്സ് കൊണ്ടുവന്നത്. ബിക്കോസ് അവർ ആദ്യം തൊട്ട് ലാസ്റ്റ് വരെ ദിൽ ബി വെരി കോപ്പറേറ്റീവ്. കാര്യങ്ങളൊക്കെ സംസാരിക്കാനാണെങ്കിലും അത് നമുക്ക് കോണ്ടന്റ് അപ്രൂവൽ ആണെങ്കിലും ഒക്കെ ഭയങ്കര ക്ലീൻ ആൻഡ് പ്രൊഫഷണൽ ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം അവരുടെ പ്രോഡക്ട്സ് വന്നിട്ട് ഭയങ്കര ഒത്തൻറ്റിക് ആയിരിക്കും. കാരണം they are homegrown brands and they don't want to mess it, so they pick the best for the audience or the customers and the consumers. They pick the best and they deliver the best, and most of the time it's very affordable as well. അപ്പം അങ്ങനൊരു എന്താ പറയുക, ഒരു പ്രീമിയം ബ്രാൻഡാണിത്, which I'm super excited to full detail ആയിട്ട് everything is written in detail, which is such a good thing. So keep keep watching all the reels and posts and everything so that you can see what brand I'm talking about, and super excited to introduce this in the coming weeks. So റൂം മാറ്റുവാണോ? ഈ റൂമിൽ ഷൂട്ട് ചെയ്യാൻ എന്താണ് ആക്ച്വലി ഞാൻ ഷൂട്ട് ചെയ്യുന്ന റൂമാണ്. ഞാൻ എന്തുകൊണ്ട് ആ റൂം ചൂസ് ചെയ്തെന്ന് അറിഞ്ഞൂടാ. ഐ ഹോപ്പ് ഇവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുമ്പോൾ മുടി ഒന്ന് അയച്ചിട്ടിട്ട് ഒറ്റയ്ക്ക് നിൽക്കാമെന്ന് കരുതി. ഐ ലുക്ക് വെരി ടയേർഡ്. ഐ ആം ടയേർഡ്. പക്ഷേ ഇന്ന് ഐ എം മച്ച് ബെറ്റർ ദാൻ യെസ്റ്റർഡേ. സോ കട്ട് ടു ദ ഫൈനൽ. ഞാനിപ്പം ഓടിപ്പോയി ഈ വീഡിയോയുടെ ഇൻട്രോ എടുക്കട്ടെ, എന്നിട്ട് തിരിച്ചു വരാം കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇൻട്രോ എടുക്കാൻ തന്നെ എനിക്ക് ടൈം എടുത്തു. പീരിയഡ്സ് ആയതുകൊണ്ടാണോ എന്നറിഞ്ഞൂടാ, ഭയങ്കര ടയേർഡാവുന്നു പെട്ടെന്ന്. പിന്നെ ചൂടിൻ്റെയും കൂടെ ആയിരിക്കും അല്ലേ.
ഓക്കെ, സോ ഞാൻ ഇനിയിപ്പം അതിൻ്റെ കുറച്ച് സ്റ്റിൽസൊക്കെ എടുക്കണം. അത് ഇന്ന് എന്തായാലും തീരത്തില്ല, ഷൂട്ട് രാവിലെയും കൂടെ എടുക്കേണ്ടി വരും നാളെ. കാരണം ഇപ്പോൾ കുറച്ച് പ്രോഡക്റ്റ് എന്താ പറയുക സ്റ്റിൽസ് വേണമല്ലോ, അപ്പം രാവിലെ അത് എടുക്കണം. പക്ഷെ ഇപ്പം നമുക്കത് എന്താ പറയുക, ഞാനിപ്പോൾ പോയി കുളിച്ച് സെറ്റായിട്ട് ബാക്കി കാര്യങ്ങളൊന്ന് സെറ്റ് ചെയ്തിട്ട് വേണം ഫുഡ് കഴിക്കാൻ. സോ കുളിച്ച് ഫ്രഷായിട്ട് ഐ കം ബാക്ക് സൂൺ. യെസ്, സോ നമ്മൾ കുളിച്ച് കഴിഞ്ഞ് ഞാൻ ഓടിപ്പോയി ഒന്ന് കുളിച്ചു. എനിക്കൊന്ന് കുളിക്കാത്തതുകൊണ്ടായിരുന്നു തോന്നുന്നു അത്രയും ഞാൻ ടയേർഡായത്. പെട്ടെന്ന് നല്ല ചൂടുണ്ട് ഇപ്പോൾ ബാംഗ്ലൂര്, അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഞാൻ പെട്ടെന്ന് ടയേർഡായത്. ഇനി നമ്മൾ അതിൻ്റെ ബാക്കി വീഡിയോ, ഇൻട്രോ കുറച്ച് പോർഷൻ നമ്മൾ എടുത്തു. ബാക്കി വീഡിയോ ഞാൻ നാളെ, വീഡിയോയുടെ ബാക്കി പോർഷൻ നാളെ എടുക്കും. ബിക്കോസ് ഇപ്പോഴത്തെ വെയിലെന്ന് വെച്ചാൽ ഇച്ചിരി ബേൺ ആവുന്ന വിഷ്വൽസേ കിട്ടത്തുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ എന്തെടുത്താലും അതിങ്ങനെ ബേൺഡ് ആയിട്ടിരിക്കും. ഓക്കെ, ഒരുപാട് എക്സ്പോഷറൊക്കെ കൂടിയിട്ട് ബേൺഡ് ആയിട്ടിരിക്കും. അപ്പം കുറച്ച് ഇളം വെയിലൊക്കെ ഉള്ള ടൈമിലായിരിക്കും കുറച്ചും കൂടെ ഭംഗി നമ്മൾ പ്രോഡക്റ്റ് ഡീറ്റെയിലിംഗ് കാണിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ. അപ്പം ബാക്കി ഞാൻ നാളെ രാവിലെ എടുക്കണം. എന്നിട്ട് മറ്റേ വീഡിയോ നാളെ ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ ഷൂട്ട് ചെയ്യാൻ തുടങ്ങണം. സോ ഐ ട്രൈ ടു വ്ളോഗ് അതൊക്കെ, ആ ഒരു പ്രോസസ്സും കാര്യങ്ങളൊക്കെ. പക്ഷെ ഇപ്പോഴത്തേക്ക് ഇത്രേ ഉള്ളൂ, ഇന്നത്തെ ഒരു ദിവസത്തിലെ മെയിൻ ഹാപ്പനിങ്സ് ഇത്രേ ഉള്ളൂ. ഞാൻ വെറുതെ വ്ളോഗ് എടുക്കാമെന്ന് കരുതിയതാണ്. പിന്നെ ഇനി നമ്മൾ ചോറ്, ഇന്നത്തെ മെയിൻ സംഭവം ചോറ് കഴിക്കാൻ പോകണം. വിശക്കുന്നു, ചൂടും കൂടെ ആയതുകൊണ്ടും പിന്നെ പീരിയഡ്സും കൂടെ ഉള്ളതുകൊണ്ടും വിശപ്പിന് എന്താ പറയുക, ഒരു കയ്യോ അളവും ഇല്ലാതെ പൊക്കോണ്ടിരിക്കുകയാണ് 2 ദിവസമായിട്ട് വിശപ്പ്. സോ ഫുഡ് കഴിക്കാം. എന്നിട്ട് ഫുഡ് ഞാൻ എന്താ കഴിക്കുന്നതെന്നും കൂടെ കാണിച്ചിട്ട് വിൽ വൈൻഡ് അപ്പ് ദ വീഡിയോ. സോ ഞാൻ പറഞ്ഞ കണക്ക് ഇന്നലെ നമ്മൾ ഓണപ്പരിപ്പ്, ഞാനിപ്പോൾ ഈ ഇടയ്ക്കായിട്ട് ഓണപ്പരിപ്പ് കറി ഉണ്ടാക്കുന്നുണ്ട് ഇടയ്ക്ക്. മറ്റേത് ഓണത്തിന് മാത്രം കഴിക്കുന്ന പരിപ്പ് കറിയല്ലേ, അപ്പം അതുണ്ടാക്കി. പിന്നെ കോവയ്ക്കയും കിഴങ്ങും ഇട്ടൊരു മെഴുക്ക് പുരട്ടി ആക്കിയിട്ടുണ്ടായിരുന്നു. സോ അതിപ്പോൾ ഞാനൊന്ന് ഫ്രൈ പോലെ ആക്കി ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ കരുതി ഒരു മുട്ടയും കൂടെ വറുത്തിട്ട് പപ്പടവും കൂടെ വറുത്തിട്ട് ഫുഡ് കഴിക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച്. കുറച്ച് ചോറും നമ്മുടെ ഓണപ്പരിപ്പ് കറിയും പപ്പടം, ഇതാണ് അപ്പളം ഞാൻ പറഞ്ഞില്ലേ. പിന്നെ കോവയ്ക്കയും കിഴങ്ങും പിന്നെ മുട്ട ചെറുതായിട്ടൊന്ന് ചുമ്മാ വറുത്തെടുത്തത്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇവിടെ പ്രത്യേകിച്ച് ഇനി ഒന്നുമില്ല. ഞാനിനി ഫുഡ് കഴിച്ചിട്ട് ആ വീഡിയോ എഡിറ്റ് ചെയ്യണം. അപ്പോൾ അതൊക്കെ എഡിറ്റ് ചെയ്ത് ഇന്ന് പോസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പോസ്റ്റ് ചെയ്യാം. അങ്ങനെ സോ ദാറ്റ്സ് ഇറ്റ്. ഇന്ന് പ്രത്യേകിച്ച് എ സിമ്പിൾ ഡേ ഇൻ മൈ ലൈഫ്. ഇത്രയൊക്കെ ഉള്ളൂ ഒരു ദിവസം എൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യം. സോ ഐ ട്രൈ ടു കീപ്പ് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്. ഇത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നോ എന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്കറിയില്ല. പക്ഷേ ഐ ട്രൈ ടു കീപ്പ് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്. എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ എടുക്കാം. കുറവാണ് ഇവിടുന്ന് എവിടെയെങ്കിലൊക്കെ പോകുന്നത്. കാരണം ഇവിടുത്തെ തിരക്ക് ഒക്കെ കാരണം നമ്മൾ മാസത്തിൽ 1-2 പ്രാവശ്യം ഇറങ്ങുന്നല്ലാതെ മറ്റേ വീക്ക്ലി കറക്കങ്ങളൊക്കെ കുറവാണ്. സോ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഐ ട്രൈ ടു ടേക്ക് ഇറ്റ്. പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് ചിലപ്പോൾ ഒരു ഫുഡ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നോട്ട് ഷുവർ, ഞാൻ അവൻ്റെ പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇനി അവൻ്റെ അടുത്തൊന്ന് ചോദിച്ചിട്ട് നമുക്ക് ഇനി വരുന്ന ദിവസത്തിൽ അതൊരു വണ്ടി നമുക്ക് അങ്ങനെ ചെയ്യാം. സോ അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് അഗൈൻ. നിങ്ങളെൻ്റെ ഒരു ഒന്നും പ്രത്യേകിച്ചില്ലാത്തൊരു ദിവസം എൻ്റെ കൂടെ ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. സോ താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. സോ അൺടിൽ നെക്സ്റ്റ് ടൈം, ബൈ.